നമ്മളിന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്തുള്ള ശങ്കരമംഗലം എന്ന സ്ഥലത്ത് പെൺമന എന്ന് പറയുന്ന CTS കനാലിനും കടലിനും നടുക്കായിട്ടുള്ള ഒരു തുരുത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് എന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാം, കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന മണികട്ടമ്പലത്തിലുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 11 മണിയോടെ എത്തി. ഇവിടെ ദർശനത്തിന് തീരെ തിരക്ക് കുറവായി കണ്ടു. സാധാരണ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ തിരക്കില്ല. അന്ന് അത്യാവശ്യം മണി കെട്ടുന്നതിന് നല്ല തിരക്കുകളുണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത്. അന്നാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം. ജങ്കാറാണ്, ജങ്കാർ സർവീസാണ്. പെരുമ്പാവൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. പെരുമ്പാവൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് 9.5 കിലോമീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ ചവറ എത്തിച്ചേരും. ചവറയിൽ നിന്ന് 5 കിലോമീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ ശങ്കരമംഗലം എത്തിച്ചേരും. ശങ്കരമംഗലത്തിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് കൊട്ടാരക്കടവിലേക്കുള്ളത്. കൊട്ടാരക്കടവ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ജങ്കാർ സർവീസ് ഉണ്ട്. ജങ്കാർ സർവീസ് അമ്പലം വക ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് അമ്പലം വളരെ ഭംഗിയായിട്ട് തന്നെ ആ കടമയും കൃത്യമായി ചെയ്യുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. അടുത്തുള്ള ശങ്കരമംഗലത്ത് നിന്ന് കടൽ തീരത്തേക്കുള്ള റോഡ് കൊട്ടാരക്കടവിലാണ് അവസാനിക്കുന്നത്. ആ കൊട്ടാരക്കടവിൽ നിന്നാണ് ഈ ജങ്കാർ പുറപ്പെടുന്നത്. ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കായൽ CTS കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു വിശേഷാൽ കാര്യം പറയട്ടെ. ഈ ക്ഷേത്രത്തിലെത്താൻ ഈ കടവ് കടന്നു വേണം പോകാൻ. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഒരു ദിവസം. അതുപോലെ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം ഇന്ന് മണികട്ടമ്പലം എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് വളരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയും അതുപോലെ കായലും കടലും ചേർന്നുള്ള ഈ സംഗമ ഭൂമി വളരെ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ്. ഇത് കടലിൽ നിന്ന് 10 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിൽ പറയുന്നതും അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ വലിയ സുനാമി തിരകൾ ഈ ക്ഷേത്രത്തെയും പരിസരത്തെയും ആകെ തനിച്ചാക്കി മറ്റുള്ളവർക്ക്, അതായത് ക്ഷേത്രം തന്നെ ക്ഷേത്രത്തെ ദൂരി മുറിക്കാതെ ക്ഷേത്രം നിലനിന്നുകൊണ്ട് ഈ 10 മീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രത്തെ തൊടാതെ ഈ കടൽ രണ്ടായി പോകുന്ന രീതിയിലാണ് ഇത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം അന്ന് മുതൽ വളരെ പൗരാണികമായിട്ടും അതുപോലെ തന്നെ വളരെ ഭക്തർക്ക് വളരെ അതിശയം നൽകുന്ന ഒരു സംഭവമായി ഇത് മാറി. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ മണികളാണ്. ആ മണികൾ ഒരു ഭക്തരുടെയൊക്കെ ആഗ്രഹപൂർത്തികൾക്കായി ഈ മണി എന്നും വളരെ സന്തോഷത്തോടു കൂടി എന്നും നമുക്ക് ആ മണി ഒച്ച നമുക്ക് എതിരേക്കുന്ന രീതിയിലാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ സ്ഥിതി വളരെ സന്തോഷം നൽകുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത്, പണ്ട് ഒരിക്കൽ വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിനായി ക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റ് നടത്തുന്ന സമയത്ത് ആ പതാകയിൽ നിന്നും ഒരു മണി അടർന്നു വീണു.
ആ മണി അടർന്ന് വീണ ആ സമയത്ത് അത് ചവിട്ടാതിരിക്കാൻ വേണ്ടി അവിടുത്തെ തിരുമേനി നമ്മൾ തൊട്ടടുത്തുള്ള അറിയാലിൽ അത് ആ മണി കൊണ്ട് കെട്ടുകയായിരുന്നു. പക്ഷേ ആ കെട്ടിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഇത് കേട്ടറിഞ്ഞ ഒത്തിരി അനവധി ആളുകൾ ഇത് ഒരു വഴിപാടായി സ്വീകരിച്ചുകൊണ്ട് മണിയെ കെട്ടുവാൻ തീരുമാനിക്കുകയും അത് കെട്ടുന്നവർക്കൊക്കെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ആ ഒരു വലിയൊരു പുരോഗതി ഇന്നും വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്നു. കാട്ടിലമ്മയുടെ നട തുറന്നിരിക്കുന്ന സമയമാണ്. തിരക്കുകളൊന്നും ഇപ്പോൾ വളരെ കുറവാണ്. എന്തായാലും ദൈവ ദർശനം പ്രാധാന്യമായതുകൊണ്ട് തന്നെ വളരെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സമയം കൂടിയാണ്. എന്തായാലും ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ മണി കെട്ടുന്ന അറിയാറുള്ളത്. ഇനി വളരെ പ്രത്യേകത എന്ന് പറയട്ടെ, ഈ ക്ഷേത്രത്തിൽ നിന്ന് 10 മീറ്റർ പുറയിലാണ് കടലുള്ളത്. ഈ കടലിനോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് ഒത്തുചേർന്ന് കാണുന്ന 2 കിണറുകളിലെ വെള്ളം വളരെ ശുദ്ധജലമാണ്. കാരണം നമുക്കറിയാം, കടലിൽ ഉപ്പുവെള്ളമാണെങ്കിൽ പോലും ആ ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്നെടുക്കുന്ന ആ വെള്ളം കൊണ്ടാണ് അവിടെ അഭിഷേകം വിചാരിച്ച കാര്യസാധ്യത്തിനായിട്ടാണ് ഈ മണി കെട്ടുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മളെന്താണോ മനസ്സിൽ കാര്യം സാധിക്കുന്നത് അത് അനുസരിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഇവിടുന്ന് ഒരു 30 രൂപയാണ് മണി. ആ മണി ഷീട്ടാക്കി അവിടെ മേടിച്ച് നമ്മുടെ കാട്ടിലമ്മയുടെ അടുത്ത് പൂജിച്ച് പൂജിച്ച ശേഷം നമ്മൾ കരയാലിനെ 7 പ്രദക്ഷിണം വെച്ച് നമ്മൾ എന്താണോ മനസ്സിൽ ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഒരു ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിനായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടാൽ വീട് പണി ആയിക്കോട്ടെ, എന്താവശ്യമായിക്കോട്ടെ, അത് നമ്മൾ മനസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അത് 7 പ്രാവശ്യം വലത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടിയാണ്. അത് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ കാര്യം നടക്കുമെന്നാണ് വിശ്വാസം. അത് ചിലരുടെ ഭാഗ്യമനുസരിക്കുകയും 1 മുതൽ 7 വരെയുള്ള സമയങ്ങളിൽ ഏത് പ്രാവശ്യം വന്നും നമുക്കിത് കെട്ടാവുന്നതാണ്. 1, 3, 7, 9 പ്രാവശ്യത്തിൻ്റെ അച്ചട്ടായ കാര്യം നടക്കുമെന്നാണ് ഈ ദേവി നമ്മൾ പറയുന്നത്. എന്തായാലും ഈ ദേവിയുടെ കാഴ്ചകളും അതുപോലെ ദേവി ചൈതന്യവും ക്ഷേത്രവും അതുപോലെ മണി കെട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഇത് ഓരോ ജനങ്ങളുടെയും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്ന മണികളാണ്. അമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അമ്മയോട് പറഞ്ഞ് ആ ആഗ്രഹങ്ങൾ എല്ലാം നിവൃത്തിയാക്കുന്നതിന് വേണ്ടി കിട്ടുന്ന ഓരോ മണികളാണ്. ലക്ഷക്കണക്കിന് മണികളാണ് ഉള്ളത്. അമ്മയുടെ ഇത് കണ്ടാൽ തന്നെ കണ്ണ് നിറയുന്ന രീതിയിൽ അത്രയും വളരെ അവർ ആഗ്രഹിച്ച് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അറിയാലിന് 7 പ്രദക്ഷിണം വെച്ച് അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ മനസ്സിലേക്ക് ധ്യാനിച്ച് അതുപോലെ മനമൊരുക്കി പ്രാർത്ഥിച്ച് കിട്ടുന്ന ഓരോ വിശ്വാസത്തിലും ഉപരിയായി അവരുടെ ജീവിതം തന്നെയാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ.
അമ്മയുടെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ്. രൗദ്രഭാവമാണെങ്കിലും നല്ലൊരു സൗമ്യഭാവം കൂടിയുണ്ട്. അതുകൂടാതെ ചേർന്ന് ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. പിന്നെ രക്ഷസ് ഇതൊക്കെ പ്രധാന പ്രതിഷ്ഠകളാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പൂജാ സ്റ്റാള് വർക്ക് ചെയ്യുന്നുണ്ട്. പൂജാ സാധനങ്ങൾ അവിടെ അപ്പം, അരവണ ഇതൊക്കെ അവിടെ കിട്ടുന്നതാണ്. കൂടാതെ നമ്മൾ മണി കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരും. അതിനകത്ത് തന്നെ നമുക്ക് ഓരോ ട്രേ തിരിച്ച് ആ ട്രേ തന്നെ പച്ച, ചുമപ്പ, അതുപോലെ നീല, ഇങ്ങനെ 4 നിറങ്ങളിലായിരിക്കും അവിടെ നിന്ന് നമുക്ക് തരുന്നത്. അത് രസീത് എഴുതി ചീട്ടാക്കി പേരും നാളും പറഞ്ഞ് ചീട്ടാക്കി കഴിഞ്ഞാൽ അത് പൂയിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. അത് തിരിച്ച് ഇങ്ങനെ ഒരു കൗണ്ടറിലേക്ക് വരുന്നു. ആ കൗണ്ടറിൽ നിന്ന് നമ്മുടെ പേര് വിളിച്ച് തരുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ മണി കിട്ടുന്നതിനായിട്ട് ഈ 7 പ്രദർശനം വയ്ക്കുന്നത്. അത് ഒരു അത്ഭുതപൂർവമായ ഒരു ചടങ്ങാണ്. അതായത് ഞാനേതായാലും 7 അല്ലെങ്കിൽ 9 മണിയോളം കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വരിക. ഈ അമ്മയുടെ സാഫല്യത്തിനും പൂർത്തീകരണത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏതാഗ്രഹവും ദേവി നടത്തി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാവരും എത്തിച്ചേരുക, അതാണ് പ്രാധാന്യം. ദേവി ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവേലി പുറത്തേക്ക് കാട്ടിലമ്മയുടെ ശിവേലിയാണ്. മണി കെട്ടും, പിന്നെ കയ്യെ കെട്ടുന്ന കാളി കവചം ചരട് അത് കെട്ടും. പിന്നെ ഇത് ചെന്തൂരം കുങ്കുമം കൊടുക്കത്തില്ലേ, അത് കവറിനകത്താക്കണം. ഈ ഇതിലിപ്പോൾ 1000 എണ്ണം ഞങ്ങൾ ദിവസം നിറയ്ക്കും. 1000 1000 3000 നിറച്ചു. 2 പേരേ ഉള്ളൂ. ഞങ്ങൾ 5 പേരുള്ള അടുത്ത് ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇപ്പം 3000 ഞങ്ങൾ നിറച്ചു. അങ്ങനെ ഓരോ കൂട്ടം ജോലികൾ അകത്ത് വേണ്ടുന്ന കോവിലിനകത്തേക്ക് വേണ്ടുന്ന സാധനം ചെയ്യുന്നിടമാണ് ഇവിടെ. അത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കളിയോജം നിറയ്ക്കുകയാണ്, മണി കെട്ടണം, എല്ലാം പല പല ജോലിയാണ് ഞങ്ങൾക്ക്. 3-4 കൂട്ടം ജോലിയുണ്ട്. കാട്ടിൽ മേക്കറിൽ അമ്മയുടെ ദർശനം പൂർത്തിയാക്കി നമ്മൾ ഇനി പോകുന്നത് കടലിലേക്കാണ്. അപ്പോൾ കടലിലേക്ക് പോകുന്ന വഴിക്ക് നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ വളരെ ദാഹമായിട്ടാനായിട്ട് മുരുമ്പള്ളം മുതലുള്ള എല്ലാം ഇവിടെ കിട്ടും. നല്ല കൊച്ചു കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. അപ്പോൾ അതുകൂടാതെ മധുര പലഹാരങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ കടൽ വളരെ അടുത്താണ്. അതുകൂടാതെ അങ്ങോട്ട് നോക്കി അറിയാം, കൊച്ചു കുട്ടികൾക്ക് കുപ്പി, വള, മാലകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കും. ഇത് വരുന്നവർക്കൊക്കെ ഇത് മേടിച്ചു കൊണ്ടുപോകാനും അവർക്ക് വീടുകളിലേക്ക് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനും ഈയിടെ ഉപയോഗിക്കുകയാണ്. ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കടുത്ത് കാണാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ദർശനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ട് കായലും കടലുമാൽ ചുറ്റപ്പെട്ട കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ കടലാണിത്.
നല്ല തിരയിളക്കമുണ്ട്, നല്ല വെയിലുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിരമണീയമായ കാഴ്ചകളാണ്, ബീച്ച് ദൃശ്യങ്ങളാണ്. ഒരു വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞാൽ, വെയിലാറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭക്തജനങ്ങൾക്ക് ഒത്തിരി വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. എന്തായാലും ആ കടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇതിനു മുമ്പ് വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്ന്? ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി ചേട്ടനെയാണ്. ശങ്കരൻകുട്ടി ചേട്ടൻ്റെ വീട് എവിടെയാണ്? വായിക്കര. പെരുമ്പാവൂർ നമ്മൾ കല്ലിലമ്പലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കല്ലിലമ്പലത്തിൻ്റെ അടുത്താണ്. ആയിക്കോട്ടെ. അത് ചേട്ടാ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണോ? ഒരു 3, 4, 5 പ്രാവശ്യം വന്നു. ഇവിടെ ഇങ്ങനെ വരാനുള്ളൊരു പ്രചോദനം പിന്നെ വരാൻ തോന്നൂടെ? അതെ. അതെന്താണ്? ഈ കടലിൻ്റെ എത്ര വെയിലാണെങ്കിൽ തന്നെയും നല്ലൊരു തണുപ്പ് പോലെ തോന്നുന്നു. നല്ല അന്തരീക്ഷം. ഒരു ഇല്ല, വേറെ യാതൊരു സുഖമായൊരു അന്തരീക്ഷമുണ്ട്. അതിലും ആ ഒരു കാട്ടിലമ്മയുടെ അനുഗ്രഹവും കൊണ്ട് നമ്മൾ നല്ല അനുഭവമായിട്ട് തോന്നുന്നു. ഇനി വരണമെന്നാണ് ആഗ്രഹം. ഇനിയും വരും. വളരെ സന്തോഷം. കാരണം വെച്ചാൽ ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അമ്മയുടെ ഈ മണി കെട്ടിയിരുന്നോ? മണി കെട്ടിയിരുന്നു. മണി കെട്ടിയിട്ട് എന്താണ് ഇതിനുള്ള അനുഭവങ്ങളുണ്ടായത്? അനുഭവങ്ങളുണ്ടോ? മണി കെട്ടിയിട്ട് നമുക്ക് അതിൻ്റെ അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വരാനും എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ ദർശനം പെട്ടെന്ന് ആദ്യമായുണ്ട്. നിങ്ങളുടെ പേര്? എവിടെയാണ്? മാറ്റുക. വളരെ സന്തോഷം കേട്ടാ. അത് ഇങ്ങനെ പറഞ്ഞാലും മാത്രം അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും എല്ലാവരെയും കാണിക്കാനും വന്നതാണ്. ക്രിസ്ത്യൻ നിങ്ങൾ പരിചയപ്പെടുന്നത്. തിരക്കൊക്കെ ഉണ്ടായാലും മണി കെട്ടുന്നത് യാതൊരു തടസ്സമില്ലാതെ അതിൻ്റെ കാര്യങ്ങൾ വന്നു. മണി കെട്ടുന്നത് വലിയൊരു കാര്യമാണ്. വലിയ സന്തോഷം. എന്തായാലും ഇത് നിങ്ങൾ കേട്ടല്ലോ. കാരണം ഈ മണികെട്ടമ്പലത്തിലേക്ക് എത്തിച്ചേരുന്ന ഓരോ ഭക്തനും അത് മനസ്സിൻ്റെ സന്തോഷമാണ്. ആ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് ഈ ശങ്കരൻകുട്ടി ചേട്ടൻ, പെരുമ്പാവൂരുള്ള ശങ്കരൻകുട്ടി ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കടലിൻ്റെ മനോഹരത തന്നെയാണ് ഇതിനകത്ത് ഈ ഭാഗത്തെ ഏറ്റവും വലുത്. അമ്മയെ ദർശിച്ച് വരുന്ന ഓരോ ഭക്തനും ഈ കടലിൻ്റെ ഇവിടെ വന്ന് പോവാതിരിക്കാൻ വഴിയില്ല. എല്ലാവരും വന്ന് ഇവിടെ അനുഗ്രഹം മേടിച്ചിട്ട് തന്നെയാണ് പോണേ. അതുപോലെ തന്നെ ഈ കടലിലും വന്ന് ആ കടലിനെ കണ്ടുപോകുന്നവരാണ് കാണുന്നത്. കാട്ടിൽ മേഖലയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ജങ്കാറിൽ കയറി ആളുകളൊക്കെ ജങ്കാറിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരു നട അടച്ചതിന് ശേഷമുള്ള യാത്രയാണ്. ഇനിയും അമ്മയെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടുകൂടിയുള്ള യാത്ര.